ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സൺഡേ ദിവസമാണ്. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ബസ്സിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് സീറ്റിലാണ് പോയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ചാഞ്ചാട്ടം. അതൊന്നും കാര്യമാക്കണ്ട. 1 വീക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പുറത്തിറങ്ങുന്നൊരു ദിവസമായിട്ട് തന്നെ വല്ലാത്തൊരു മനസ്സിനൊരു റിലീഫാണ്, ഹാപ്പിനെസ്സാണ്. നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാം, ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഏത് ഷാമ്പു ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഹെയർ കെയർ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഹെയർ കെയറിനെ കുറിച്ച്. പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാം. ഇന്ന് ഞാൻ ഏകദേശം ഒരു 2.5 വർഷം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അതും വാങ്ങുന്നുണ്ട്. ഷാമ്പു തീർന്നുപോയി, അതുകൊണ്ടും കൂടാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇത് ജെറുസലേമിലെ ഒരു സൂപ്പർ ഫാമാണ്. ഇവിടെ നിന്നാണ് ഞാൻ നോർമലി ഞാൻ ഷാമ്പു ഒക്കെ വാങ്ങുന്നത്. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാൻസി സ്റ്റോറുണ്ട്. അവിടെ പോയപ്പോൾ അവിടെ ഉണ്ട് ഈ ഷാമ്പു ഉണ്ടായിരുന്നു. ഇതാണ് ആ ഷാമ്പു. ഇതാണെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് കെമിക്കൽസ് ഒന്നുമില്ല. നാച്ചുറൽ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഞാനൊരു ഫേസ് വാഷും കൂടെ വാങ്ങിച്ചു. ഈ ഷാമ്പു യൂസ് ചെയ്തപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറവുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നെ ഞാൻ പോയത് നമ്മുടെ റെനോറിലാണ്. അവിടെ പോയി 2 ജാക്കറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ 3 എടുത്തു. പക്ഷേ ഇതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ അങ്ങനെ എടുത്തില്ല കേട്ടോ. അതിന് ഒരു 3 എടുത്തു. വേറെ 3 എടുത്തത്. അത് ഞാൻ കാണിക്കാം. എന്തായാലും ഇത് അവിടെ നിന്ന് പുള്ളിക്കാരി പറഞ്ഞു ഇത് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവ ആര് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെ വേറെ 3 ജാക്കറ്റൊക്കെ വാങ്ങി ഇങ്ങനെ പോവാണ്. നമ്മുടെ സൗമ്യയും സിൽജിയൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽസ് പാർക്കിലുണ്ട്. ഞാൻ അവിടേക്ക് പോവാണ്. എന്നിട്ട് അവരെ ഇതൊക്കെ കാണിച്ച് അവരുടെ ആ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ജാക്കറ്റ് ഞാൻ കഴിഞ്ഞ വർഷം എടുത്താണ്. ഇത് ഇവിടുത്തെ എൻ്റെ എംപ്ലോയറിൻ്റെ മകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. നല്ല ഭംഗിയാണ്, അത് കാണാനാണേലും അത് നമ്മൾ ഇടുമ്പോൾ ആണേലും നല്ല കംഫർട്ടബിളാണ്. അങ്ങനെ ഞാൻ വാങ്ങിയ ജാക്കറ്റൊക്കെ എൻ്റെ ചങ്കുകളെ ഞാൻ കാണിക്കും കേട്ടോ. അവർക്ക് എന്തായാലും ഇതങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഓഫർ ഉള്ളതുകൊണ്ടാണ് 3 എടുത്ത്. 1 എടുക്കാൻ പോയാൽ ഞാനാട്ടോ. ഓഫർ ഉള്ളതുകൊണ്ട് 1 റേറ്റേ ആയിട്ടുള്ളൂ 3 അതുകൊണ്ട് 3 അങ്ങ് പൊക്കി. അവർ റേറ്റൊക്കെ നോക്കുക. സൗമ്യയ്ക്കും സിൽജിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. അവരും ഇത് തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജാക്കറ്റും കൂടി നമുക്ക് കവറിൽ നിന്നും പുറത്തെടുക്കാം. ഇത് നിങ്ങൾ കണ്ടു കാണും. ഇത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്ലോത്താണ്. നല്ല ചൂടും കിട്ടുന്നുണ്ട്. ഒരുപാട് നമുക്ക് ഇത് മാത്രം ഇട്ടുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സൺഡേ ഇറങ്ങിയത് കേട്ടോ. എന്നിട്ടും അധികം തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. കൊള്ളാം. ഇതും സൂപ്പറാണ്. ഇതും സൗമ്യയ്ക്ക് ഇഷ്ടപ്പെട്ടു, സിൽജിക്ക് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നു കേട്ടോ. ഞാൻ ഏത് ഡ്രസ്സ് എടുത്താലും അത് ഒരു ഷർട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളറൊക്കെ ഉള്ളത് ആ ഒരു ഇതിലോട്ട് പോവും. അന്നേരം ജാക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തുറന്നെടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ കിട്ടി. ഇത് നമുക്ക് ഷർട്ട് പോലെയും യൂസ് ചെയ്യാം കേട്ടോ, ഇന്നൊക്കെ ചെയ്ത്. അല്ലാതെ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും സൂപ്പർ കേട്ടോ അത്. ഇതാണ് 3rd വൺ. എനിക്ക് പഠിക്കുന്ന ടൈമിൽ ഒരു അടിപൊളി ചുരിദാറുണ്ടായിരുന്നു കേട്ടോ ഈ കളറിലെ. അത് ഇടുമ്പോൾ എല്ലാ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു നന്നായിട്ട് ചേരുന്നുണ്ട് ഈ കളറെന്ന്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു കളർ വീണ്ടും എടുക്കുന്നത്. അങ്ങനെ എല്ലാം എൻ്റെ ചങ്കൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ആ ജാക്കറ്റ് അവിടെ നിന്ന് തന്നെ ഇടണമെന്നൊരു ആഗ്രഹം അങ്ങ് തോന്നി കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഉദ്ഘാടനം ചെയ്യണം, അല്ലെങ്കിൽ ഒരു മനസ്സമാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ അതിട്ടു. ഇട്ട് കാണിച്ചപ്പോൾ സൗമ്യ പറഞ്ഞു കുറച്ച് വണ്ണം കൂടുതൽ തോന്നിക്കുന്നുണ്ടെന്ന്. പക്ഷെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരിതുണ്ടെങ്കിൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത്ര തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.